P&L appropriation account. നമുക്ക് ഓൾറെഡി അറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സാധനമാണ് ഉണ്ടാക്കുക. ഒന്നാമത്തത് ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ട്. ഒന്നേതാ ഉണ്ടാക്കുക നമ്മൾ? ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. ഒന്നേതാണ്? ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. രണ്ടാമത്തത് നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഏതാണ്? ബാലൻസ് ഷീറ്റ്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് നമ്മൾ നോർമലി സോൾ ട്രേഡർക്കാണ് ഉണ്ടാക്കുക. ആർക്കാണ് ഉണ്ടാക്കുക? സോൾ ട്രേഡർക്കാണ് നമ്മൾ P&L. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ അവിടെ നമ്മൾ ഇത് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, എക്സ്ട്രാ ഒരു സാധനം കൂടി നമ്മൾ ഇതിനോട് കൂടെ ആഡ് ചെയ്യണം. ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ എന്താ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? സാധാരണ സോൾ ട്രേഡർ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഏത്? ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. അതിനോട് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വരുന്ന അക്കൗണ്ടാണ് ഏത്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ചോദ്യം എന്തായിരിക്കും, എന്താണ് ആക്ച്വലി P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നുകൂടി പറയാം. നമ്മൾ ട്രേഡിംഗ് ആൻഡ് P&L ആണ് പ്രിപ്പയർ ചെയ്യാറുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്? ഈ സാധനത്തിന് നമ്മൾ എന്താണ് സാധാരണ രണ്ട് പാർട്ടാണ് ഉണ്ടാവുക. ട്രേഡിംഗ് അക്കൗണ്ട്, ലെഡ്ജർ അക്കൗണ്ട്സിനൊക്കെ രണ്ട് പാർട്ടിനേക്കും അല്ലേ? ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് നോക്കാം, ട്രേഡിംഗ് ആൻഡ് P&L പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് ട്രേഡിംഗ് ആണ്. ഫസ്റ്റ് പാർട്ട് ഏതാണ്? ട്രേഡിംഗ് അല്ല. അതിൻ്റെ അകത്താണ് നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്? ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യും. നമ്പർ 2 പർച്ചേസ് അല്ലേ. നമ്പർ 3 ഇവിടെ റെക്കോർഡ് ചെയ്യാറുള്ളത് സെയിൽസ്. ആൻഡ് ഇവിടെ അടുത്ത സാധനം കൊടുക്കാറുള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ആൻഡ് എനി ഡയറക്റ്റ് എക്സ്പെൻസസ്. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. അത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണത്. ഈ സൈഡിലാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? ഗ്രോസ് പ്രോഫിറ്റ്. ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ്. ഇനി സപ്പോസ് എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാണെങ്കിൽ കിട്ടുന്നതാണ് ഏത്? ഗ്രോസ് ലോസ്. സി ബാഡി ക്യാരി ഡൗൺ എന്നുകൊണ്ട് എഴുതാറുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, എന്താണ് ആക്ച്വലി ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്? ഈ സാധനങ്ങൾ ഫുള്ള് എന്താണ്? ഡയറക്റ്റ്ലി ബിസിനസിൻ്റെ എക്സ്പെൻസസ് ആണ്. ഇതെന്താണ്? ഡയറക്റ്റ് ട്രേഡിങ്ങുമായിട്ട് ബന്ധം. സാധനം വാങ്ങിക്കുന്നു, അത് വിൽക്കുന്നു. ആ സമയത്ത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? എന്താണ്? സാധനം വാങ്ങിക്കുന്നു, അത് വിൽക്കുന്നു. ആ സമയത്ത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? അപ്പോൾ ഫസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ പാർട്ടിൽ ഈ സൈഡിൽ നമ്മൾ എന്താവുക? ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ സൈഡിലുള്ള ഐറ്റംസ് ആണ് ഏത്? ഡയറക്റ്റ് ഇൻകംസ്. ഈ സൈഡിലുള്ളതാണ് ഏത്? ഡയറക്റ്റ് ഇൻകംസ്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് ആക്കിയിട്ട് നമ്മൾ വീണ്ടും പോകും. എന്താണ് സെക്കൻഡ് പാർട്ടിലുള്ളത്? ആദ്യം നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതും ഇല്ലേ? ഈ സൈഡിലേക്ക് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ബി ബാഡി. ആൻഡ് ഈ സാധനം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതും. ഇതാണെങ്കിൽ എന്താണ്? ഗ്രോസ് ലോസ് ബി ബാഡി. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഏത്? P&L അക്കൗണ്ട്. പിന്നെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഏത്? P&L അക്കൗണ്ട് അല്ലേ? പിന്നെ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് ഏത്? P&L അക്കൗണ്ട്. എന്താണ് ഈ P&L അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ഐറ്റംസ് സാലറി, റെൻറ്റ്, കമ്മീഷൻ പെയ്ഡ് അല്ലേ? അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവാം. ദാറ്റ് മീൻസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കാറുള്ളത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എന്തൊക്കെയാണ് കൊടുക്കാറുള്ളത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി ഈ സൈഡിലാണെങ്കിൽ എന്താ ഉണ്ടാവാറുള്ളത്? കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലേ? എന്താണ് ആ സാധനങ്ങൾ? ഇൻഡയറക്റ്റ് ഇൻകംസ്. ഇതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകംസ്. അപ്പോൾ ഈ സൈഡിൽ എന്തുണ്ടായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്
റിലേറ്റഡ് ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇവിടെ എന്താ നമ്മൾ എഴുതാറുള്ളത്? ബിസിനസ്സുമായിട്ട് ഇൻഡയറക്റ്റ് ഇൻകംസ് റിലേറ്റഡ് ടു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് ഇൻകംസ്. എന്നിട്ട് നമ്മൾ അതെന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ സാധനം എന്ത് ചെയ്യും? ലാസ്റ്റ് ക്ലോസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകും. അതല്ല, എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? നെറ്റ് ലോസ് ഉണ്ടായിരിക്കും. ഇതാണ് നോർമലി നമ്മൾ പഠിച്ച ട്രേഡിംഗ് ആൻഡ് P&L. ഇത് സോൾ ട്രേഡർക്ക്. പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഒരു സാധനം കൂടി എക്സ്ട്രാ വരും. എന്താണ് ആ ഒരു സാധനം എക്സ്ട്രാ വരുന്നത്? ആ പാർട്ട്ണർ റിലേറ്റഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. എന്താണ് എക്സ്ട്രാ വരുന്നത്? പാർട്ട്ണർ റിലേറ്റഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. അപ്പൊ ഇതിനൊരു എക്സ്റ്റൻഷൻ അക്കൗണ്ട് നമ്മൾ വീണ്ടും ഉണ്ടാക്കും. ഓക്കെ, ഈ സാധനം എന്ത് ചെയ്യും? ആ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. ഈ അക്കൗണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ ഒരു സാധനം കൂടി എക്സ്ട്രാ വരും. എന്താണ് ആ ഒരു സാധനം എക്സ്ട്രാ വരുന്നത്? ആ പാർട്ട്ണർ റിലേറ്റഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. അത് എഴുതാനാണ് നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ ഒരു സോൾ ട്രേഡർ ആണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഡയറക്റ്റ് ഇൻകംസും ഡയറക്റ്റ് എക്സ്പെൻസസും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകംസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും. പക്ഷെ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഒരാളും കൂടി എക്സ്ട്രാ വരും. ഏതാണ്? പാർട്ട്ണർ റിലേറ്റഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു സാധനം കൂടി നമ്മൾ കൊടുക്കും. എന്താണ്? ആൻഡ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഈ സാധനം ഏതാണ്? അതാണ് ഈ മൂന്നാമത് പറഞ്ഞിട്ടുള്ള സാധനം. ഏത്? പാർട്ട്ണർ റിലേറ്റഡ് ഈ ഏരിയ. ഓക്കെ, ഇതിലെന്താ ഉണ്ടാവുക? പാർട്ട്ണർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസസ് ആൻഡ് എക്സ്പെൻസസ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടാവാന്നുള്ള നെക്സ്റ്റ് നോക്കണ്ടേ. ഫസ്റ്റ് ഐറ്റം ഇതിൻ്റെ അകത്തേക്ക് കയറി വരാം. മിക്കവാറും എന്താണ്? നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എടുത്ത് എഴുതണം. അപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. നെറ്റ് ലോസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എടുത്ത് എഴുതും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഐറ്റം എന്തായിരിക്കും? നെറ്റ് ലോസ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് കാണാൻ പറ്റും. ഈ സൈഡ് ഫുള്ള് എക്സ്പെൻസസിന്റെ സൈഡാ അല്ലേ? ഇവിടെ എക്സ്പെൻസ് ആണ്, ഇവിടെ എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ സൈഡിൽ ഇനി എന്താ നെക്സ്റ്റ് ഉണ്ടാവുക? പാർട്ട്നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ എന്തുണ്ടായിരിക്കും? പാർട്ട്ണർ റിലേറ്റഡ് എക്സ്പെൻസസ് ആണ് ആ അക്കൗണ്ടിൽ ഇവിടെ ഉണ്ടാവുക. ഇവിടെ എന്തുണ്ടായിരിക്കും? പാർട്ട്ണർ റിലേറ്റഡ് ഇൻകംസസുകൾ ഉണ്ടായിരിക്കും. മീൻസ് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കിട്ടേണ്ട നമുക്ക് ഇൻകംസ് ഉണ്ട്. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യും. ആ സമയത്ത് ബാലൻസ് ചെയ്യുന്നത് ബാക്കിയുള്ളതാണ് എന്ത് ചെയ്യുക? ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ഇവിടെ ആണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ആണെങ്കിൽ അതെന്താണ്? എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാകുമ്പോൾ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് അല്ല, എന്താണ്? ലോസ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ സാധാരണ സോൾ ട്രേഡർ ആയി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഏതുണ്ടാക്കാറുള്ളത്? ട്രേഡിംഗ് അക്കൗണ്ടും പിന്നെ P&L അക്കൗണ്ടും. എന്താ ട്രേഡിംഗ് അക്കൗണ്ട്? ഡയറക്റ്റ് ആയിട്ട്, അതായത് സാധനം വാങ്ങിക്കുന്നു വിൽക്കുന്നു, അപ്പൊ ലാഭമാണോ നഷ്ടമാണോ. പിന്നെ ബിസിനസിന്റെ മറ്റ് എക്സ്പെൻസസുകളും കുറച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസുകളും കൂട്ടിയിട്ട് നമുക്ക് ലാഭമാണോ അത് കാണിക്കാണ്, ലാഭമാണോ നഷ്ടമാണോ അത് കാണിക്കാനാണ് ഏത് അക്കൗണ്ട്? P&L അക്കൗണ്ട്. പാർട്ട്ണർഷിപ്പ് ഫോം ആകുമ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ഇൻകംസും എക്സ്പെൻസസും കൂടി കൂട്ടിയും കുറച്ചും നോക്കിയിട്ട് ലാഭമാണോ നഷ്ടമാണോ കാണിക്കുന്നതാണ് ഏത്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ നമുക്ക് നോക്കാം. എന്താണ് ഒരു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാവുക? എന്തൊക്കെയാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫോർ അവർ നോളജ് നമുക്ക് ഈ സാധനം എന്താണ് ആവശ്യം? ഓക്കെ, ഏതാണ്? P&L
കമ്മീഷൻ അക്കൗണ്ട്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആയിട്ട് ഇതിൽ എന്താ ഉണ്ടാവുക, നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തതാണ്, ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ഈ ഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്തു, ലോസ് ഈ ഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുക നെറ്റ് പ്രോഫിറ്റ്, അത് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിരിക്കാം. ആർ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, നെറ്റ് ലോസസ്. ഓക്കെ, ഇനി ബാക്കി എന്തൊക്കെ ഐറ്റംസുകൾ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ്സ് ഒക്കെ കൊടുക്കണം. എന്താണ്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. എന്തൊക്കെയാണ് പാർട്ട്ണർ റിലേറ്റഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. ഇനി നമ്മൾ അതാ പരീക്ഷിക്കാൻ പോകും. പാർട്ട്ണർ റിലേറ്റഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. നമ്മളാരാണ്, കമ്പനിയുടെ അക്കൗണ്ടന്റ്. നമ്മളാരാണ്, കമ്പനിയുടെ അക്കൗണ്ടന്റ്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഇനി ചിന്തിക്കാൻ. ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. നമുക്ക് ഓരോ ഐറ്റംസ് എടുത്ത് നോക്കാം. നമ്മളെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാൾക്കാർ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ മേ ബി ഒരാൾ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും, പണിയെടുക്കും. അവിടെ ആ പണിയെടുക്കുന്ന പാർട്ട്ണർക്ക് എന്ത് വേണ്ടി വരും, സാലറി കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് കൊടുക്കേണ്ടത്, സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ സപ്പോസ് സാലറി പാർട്ട്ണർക്ക് കൊടുക്കണം. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ആർക്കുള്ള എക്സ്പെൻസ് ആണ്, പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട സാലറി എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് എവിടെ വരിക, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നോർമൽ സാലറിയോ, എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി ബിസിനസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യണം, പി ആൻഡ് എൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം. കമ്മീഷൻ അത് കൊടുക്കുന്നത് ഏതാണ്, ബിസിനസ് എക്സ്പെൻസ് ആണ്. അത് ഇവിടെ റെക്കോർഡ് ചെയ്യണം, പി ആൻഡ് എൽ റെക്കോർഡ് ചെയ്യണം. പക്ഷെ പാർട്ട്നേഴ്സിനാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്യണം, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ സാലറി കൊടുക്കുന്നത്. ഓക്കെ, പേയ്മെന്റ് ഓഫ് സാലറി ടു പാർട്ട്ണർ, അല്ലെങ്കിൽ പാർട്ട്ണർ സാലറി, പാർട്ട്നേഴ്സിന് സാലറി. എന്താ നോർമൽ ജേർണൽ എൻട്രി, സാധാരണ സാലറി കൊടുക്കുന്ന സമയത്ത് ജേർണൽ എൻട്രി എന്താണ്, സാലറി അക്കൗണ്ട്. കാരണം സാലറി എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പാർട്ട്ണർക്കല്ലേ അവിടെ സാലറി കൊടുക്കുന്നത്. പാർട്ട്ണർക്ക് സാലറി നമ്മളെ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുമോ, ഇല്ല, നമ്മളെ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കൂല. പകരം നമ്മളെ ക്യാപിറ്റൽക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. എങ്ങോട്ടാണ് ഇട്ട് കൊടുക്കുക, ക്യാപിറ്റൽ. അല്ല സാർ അങ്ങനെ എന്താ കൊടുക്കുന്നത്, സാർ ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക്, ഇപ്പം എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഫെഡറൽ ബാങ്കിൽ. ഇൻട്രസ്റ്റ് വരാറുണ്ട്, ബാങ്ക് ചാർജസ് എന്ന് പിടിക്കാറുണ്ട്. ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് ക്യാഷ് ആയിട്ട് അവർ തരാറില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ക്യാഷ് ആയിട്ട് സാധനം? ഇല്ല. ആ സാധനം എന്താ ചെയ്യുന്നത്, നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തരും. അല്ല, നിങ്ങൾ എക്സ്പെൻസ് ബാങ്ക് ചാർജ് എന്തെങ്കിലും പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ടോ? ഇല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്കൊരു അക്കൗണ്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ പാർട്ട്ണർക്ക് ഓൾറെഡി ക്യാപിറ്റൽ അക്കൗണ്ട് കമ്പനിയിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറി എങ്ങോട്ട് ഇട്ട് കൊടുക്കും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിക്ക് സാലറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ എഫക്റ്റ്? ഈ സാധനം രണ്ട് സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. ഒന്ന്, സാലറി അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. നമ്പർ 2, കാരണം ഇത് ജേണലായി ലെഡ്ജറിലേക്ക് രണ്ട് സ്ഥലം. ഏതൊക്കെ രണ്ട് സ്ഥലം? ഒന്ന് സാലറി അക്കൗണ്ട്, നമ്പർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, നമ്പർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് നോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് അടുത്തത് ഇയർ എൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ബാലൻസ് ചെയ്യണം ഓർ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഏതൊക്കെ അക്കൗണ്ട്സാണ് ബാലൻസ് ചെയ്യുക, ഏതൊക്കെ അക്കൗണ്ട്സാണ് ക്ലോസ് ചെയ്യുക? ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട അക്കൗണ്ട്സുകൾ ഫുള്ള് നമ്മൾ എന്താ ചെയ്യുക, ബാലൻസ് ചെയ്യും. എന്താണ്, ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട അക്കൗണ്ട്സ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ബാലൻസ് ഷീറ്റിലേക്ക് പോണത്? അസറ്റ്
പിന്നെ ക്യാപിറ്റൽ ലയബിലിറ്റി. ഈ 3 സാധനം നമ്മൾ എന്താ ചെയ്യുക, ബാലൻസ് ചെയ്യും. അതായത് ഒരു 2 സൈഡും കൂട്ടും, ഹയസ്റ്റ് സൈഡിന്റെ എമൗണ്ട് 2 ടോട്ടലിന്റെ അവിടെ എഴുതും, ലോവസ്റ്റ് സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്തും, ബാലൻസ് സി ബാർ ഡി എന്ന് എഴുതും. ഓക്കെ, അപ്പൊ എല്ലാ അക്കൗണ്ടിനും ഇത് എഴുതാൻ പറ്റുമോ? ഇല്ല. ഏത് അക്കൗണ്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്ന അക്കൗണ്ട്സിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സാർ, അപ്പൊ ഇൻകം എക്സ്പെൻസും നമ്മൾ ക്ലോസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് P&L അപ്രോപ്രിയേഷൻസിലേക്ക് എഴുതേണ്ട ഐറ്റം അല്ലെ. സാലറി നമ്മൾ സാധാരണ P&L ആണ് എഴുതാറുള്ളത്, ബാലൻസ് ഷീറ്റിലല്ല. അപ്പൊ P&L ട്രേഡിംഗില് P&L അപ്രോപ്രിയേഷനില് ഇതിൽ എഴുതുന്ന അക്കൗണ്ടുകൾ അതിൽ ഏതൊക്കെ ഉണ്ടാവുക, ഇൻകംസും എക്സ്പെൻസ്. ഇത് നമ്മൾ എന്താ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, സാലറി ഈസ് ആൻ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എങ്ങട്ടാ ക്ലോസ് ചെയ്യേണ്ടത്? നോർമൽ സാലറി ആണെങ്കിൽ എങ്ങട്ടാണ്, P&L. പക്ഷെ ഇത് ആരെ സാലറിയാണ്? പാർട്ട്ണർ സാലറി എങ്ങട്ടാ ക്ലോസ് ചെയ്യുക, P&L അപ്രോപ്രിയേഷൻസ്. ഓക്കെ, ക്ലോസിങ് അപ്പ് എങ്ങനെ ചെയ്യുക, ഹയസ്റ്റ് സൈഡ് നോക്കും അല്ലെ. ഇവിടെ സപ്പോസ് 100 ഉണ്ടെങ്കിൽ 100 2 സൈഡിൽ എഴുതും. ഇവിടെയാണ് ലോവസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, 100 എഴുതി വെക്കും. ഇനി നോക്കാം P&L. അപ്പൊ ഇതിന് ഇത് നോക്കാം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് എങ്ങോട്ട് പോകാനുള്ളതാണ്, ബാലൻസ് ഷീറ്റിക്ക് പോകാനുള്ളതാണ്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ബാലൻസ് ഷീറ്റിക്ക് പോകേണ്ടതായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, ബാലൻസ് സി ബാർ ഡി. എന്താ നമ്മൾ ചെയ്യുക, ബാലൻസ് സി ബാർ ഡി. അപ്പൊ ഇനി ഇവിടെ അടുത്തത്, ഇതിന് പ്രത്യേകിച്ച് ജേർണൽ എൻട്രീസ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അത് ഓപ്പണിംഗ് എൻട്രീസ് ആണ്, അത് നമുക്ക് ലാസ്റ്റ് എഴുതേണ്ടുള്ളൂ. നമുക്ക് പ്രസക്തി ഇല്ല. ഇതിന് നമുക്കൊരു ജേർണൽ എൻട്രി എഴുതണം. ഇതിവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യണം. എന്ത് ജേർണൽ എൻട്രി ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഈ സൈഡിൽ P&L അപ്രോപ്രിയേഷൻ വരണമെന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി അപ്പൊ എന്ത് വരണം, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട്. ഇങ്ങനെ വന്നാലല്ലേ അത് അവിടെ വരുള്ളൂ ക്രെഡിറ്റ് സൈഡിൽ. യെസ്, കാരണം പാർട്ട്നേഴ്സ് സാലറി ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതണം, ഡെബിറ്റ് ഐറ്റത്തിന്റെ പേര് എഴുതണം. അപ്പോൾ ഇതില്ലേ ജേർണൽ പാസ്സായപ്പോൾ നമ്മൾ പാർട്ട്നർ സാലറി അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു. പക്ഷെ ഇനി രണ്ടാമത് സ്ഥലത്തും കൂടി റെക്കോർഡ് ചെയ്യണം, ഏത്, P&L അപ്രോപ്രിയേഷന്റെ. അപ്പൊ P&L അപ്രോപ്രിയേഷന്റെ എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, P&L അപ്രോപ്രിയേഷന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. എന്ത്, പാർട്ട്നേഴ്സ് സാലറി. ഏത് പാർട്ട്ണർ ആണോ അയാളെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് നോർമൽ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ സാലറി മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ എയും ബിയും പാർട്ട്നേഴ്സാ. അപ്പൊ എക്ക് വർക്കിംഗ് പാർട്ട്ണർ ആൻഡ് സാലറി ഉണ്ട്, ബിക്ക് കിട്ടില്ല. ബി പറഞ്ഞ ഞാൻ സെയിലൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, അപ്പൊ എനിക്ക് എന്ത് വേണം, കമ്മീഷൻ വേണം. നമ്മൾ ഡീഡിൽ എഴുതി വെച്ചു, ആരാണോ സെയിൽസ് കൊണ്ടുവരുന്നത് അയാൾക്ക് നമ്മൾ എന്ത് കൊടുക്കും, കമ്മീഷൻ കൊടുക്കും, 5%. ഓക്കെ, അങ്ങനെ കമ്മീഷൻ കൊടുക്കുന്ന ബിസിനസ്സിന് എന്താണ്, എക്സ്പെൻസ് ആണ്. അവിടെ എംപ്ലോയീസിനാണ് കമ്മീഷൻ കൊടുത്തതെങ്കിൽ മാനേജേഴ്സിനാണ് കമ്മീഷൻ കൊടുക്കണമെങ്കിൽ ഇറ്റ്സ് എ ബിസിനസ് എക്സ്പെൻസ്. പക്ഷെ പാർട്ട്ണർക്ക് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട്ണർ എക്സ്പെൻസ്. അപ്പൊ നമ്മളിവിടെ സപ്പോസ് കമ്മീഷൻ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, പാർട്ട്ണർക്ക് കമ്മീഷൻ കൊടുത്താൽ എന്താ ജേർണൽ എൻട്രി വരിക, പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു. നോർമലി ക്യാഷ് എന്ന് എഴുതാറ്, പക്ഷെ ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കുവോ, ഇല്ല, ഓൾ അക്കൗണ്ട് കിട്ടുകൊടുക്കാണ് ചെയ്യുക, ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഇവിടെ 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. ഒന്നാമത്തെ സ്ഥലം ഏതാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. നമ്പർ 2 ഇത് എവിടെയും കൂടി റെക്കോർഡ് ചെയ്യണം, പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. എവിടെ റെക്കോർഡ് ചെയ്യണം, പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ടിലും. അപ്പൊ പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് കമ്മീഷൻ എന്നും വേണം റെക്കോർഡ് ചെയ്യാൻ. ഇയർ എൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ക്ലോസ് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഏതാണ്? ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട സാധനങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്യും. ഏതൊക്കെ ബാലൻസ് ഷീറ്റിലേക്ക് പോകണത്? അസറ്റ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ്. അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഹയസ്റ്റ് സൈഡ് നമ്മളിട്ട് ടോട്ടൽ എഴുതി വെക്കും. എന്നിട്ട് ലോവസ്റ്റ് സൈഡിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്താ? ബാലൻസ് സി ബാർ ഡി ഓർ ബി ബാർ ഡി എടുത്ത് എഴുതുമ്പോൾ ബി ബാർ ഡി. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കും ആൻഡ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലേക്കും പോകേണ്ട ഐറ്റംസുകൾക്ക് ഏതൊക്കെയാണ് ഐറ്റംസ്? ഇൻകംസ് ആൻഡ് എക്സ്പെൻസ് നമ്മൾ എന്താ ചെയ്യുക? ക്ലോസ് ചെയ്യാണ്. എന്താ നമ്മൾ ചെയ്യുക? ക്ലോസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ ആണ്, ബാലൻസ് ഷീറ്റുകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? ബാലൻസ് സി ബാർ ഡി അടുത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ബി ബാർ ഡി. ഇത് പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ടോ? അത് എക്സ്പെൻസ് ആണ്. പി ആൻഡ് എൽ കാണോ? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ആണോ? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. കാരണം എംപ്ലോയീസിനുള്ളതോ മാനേജേഴ്സിനുള്ളതൊക്കെ മാത്രമാണെങ്കിലാണ് എങ്ങോട്ട് കൊടുക്കുക? പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക്. അല്ലാത്തത് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുക? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്താ? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. ഇതിവിടെ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം? ജേണൽ എൻട്രി വേണം. എന്ത് ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതുക? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട്. ഓക്കെ, പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട്. അപ്പൊ പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് വന്നു? പി ആൻഡ് അപ്രോപ്രിയേഷൻ വന്നു. ഇനി നമുക്ക് ഒരു സ്ഥലത്തും കൂടി റെക്കോർഡ് ചെയ്യണം. ഏത് സ്ഥലത്ത്? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കണം? പാർട്ട്നേഴ്സ് കമ്മീഷൻ. എന്ത് കൊടുക്കണം? പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഓക്കെ, ഈ സാധനത്തിനെ വിളിക്കണ പേരാണെന്ത്? ക്ലോസിംഗ് എൻട്രി. ഇതിനെ വിളിക്കണ പേരാണെന്ത്? ക്ലോസിംഗ് എൻട്രി. ഓക്കെ, എന്താണ്? ഈ സാധനം എന്താണ്? ഇയർ എൻഡിലോ മന്ത് എൻഡിലോ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ഇതിനെ വിളിക്കണ പേരാണെന്ത്? ക്ലോസിംഗ് എൻട്രി. ഇനി നെക്സ്റ്റ്, മുതലാളിമാര് ക്യാപിറ്റൽ ഇറക്കിയിരിക്കണേ. ആ ക്യാപിറ്റലിന് അവർ പറഞ്ഞു ഇൻട്രസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. അവർക്ക് ഇൻട്രസ്റ്റ് അല്ലേ, നമുക്ക് പേയ്മെന്റ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ ഇൻട്രസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് നമ്മൾ കമ്പനീൻ്റെ അക്കൗണ്ടന്റ് അല്ലേ, നമ്മൾ അവർക്കാണ് എന്ത് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ സാധനം എന്താണ്? എക്സ്പെൻസ് ആണ്. ഈ സാധനം എന്താണ്? എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസ് നമ്മൾ എങ്ങോട്ടേ കൊടുക്കുള്ളൂ? അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം പാർട്ട്നേഴ്സിനെയും കാണും, ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഒരിക്കലും കാണും. നമ്മളെ കമ്പനിന്റെ അക്കൗണ്ടന്റ് ആയതുകൊണ്ട് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ അതെന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ സാധനം രണ്ട് സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. എവിടേക്കാണ് രണ്ട് സ്ഥലം? ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. നമ്പർ 2 എവിടെയും കൂടി റെക്കോർഡ് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഇനി നമ്മൾ റൂൾ നോക്കണം. ഇയർ എൻഡ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ഐറ്റംസുകളായിട്ടുള്ള അസറ്റ്, ക്യാപിറ്റല് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ് ചെയ്യണം. പിന്നെ ട്രേഡിങ്ങിലേക്കും പിന്നെ പി ആൻഡ് എല്ലിലേക്കും ആൻഡ് എങ്ങോട്ടും പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻക്കും പോണ ഐറ്റംസുകൾ ഏതൊക്കെ ഉണ്ടാവുക? ഇൻകംസ് ആൻഡ് എക്സ്പെൻസ് നമ്മൾ എന്താ ചെയ്യുക? ക്ലോസ് ചെയ്യണം. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റുകളാണ് നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ് സി ബാർ ഡി എഴുതും. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്? എക്സ്പെൻസ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻക്ക് പോകേണ്ടതായിട്ടാണ്. കാരണം അത് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻക്ക് പോകേണ്ടതാണ്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുക? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയണം. ഇതിവിടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് എന്തുണ്ടായിരിക്കും? ഒരു ക്ലോസിംഗ് എൻട്രി ഉണ്ടായിരിക്കും. ക്ലോസിംഗ് ജേണൽ എൻട്രി ഉണ്ടായിരിക്കും. എന്താണ് ജേണൽ എൻട്രി? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു
P&L appropriation account debited to interest on capital account. Interest on capital account. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നു. ഇനി ഏത് സ്ഥലത്തും കൂടി വരണം? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും കൂടി ആ സാധനം എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ എത്ര ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടോ അവരിതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇന്നർ കോളത്തിൽ നമ്മൾ ആദ്യം എഴുതും. എന്നിട്ട് നമ്മൾ ആ സാധനം എന്ത് ചെയ്യുക? ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഐറ്റം പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഡ്രോവിങ്സ് ആണ്. ഡ്രോവിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, നമ്മൾ ശ്രദ്ധിക്കണം. കുറേ ആൾക്കാർ തെറ്റിക്കുന്ന ഒരു സാധനം ഡ്രോവിങ്സ് ആണ്. ഡ്രോവിങ്സ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുമോ ഇല്ലയോ? ഫസ്റ്റ് അത് ക്വസ്റ്റ്യൻ എല്ലാവരും തെറ്റിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഒരാൾ ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഡ്രോ ചെയ്യാം. ഒന്നെങ്കിൽ പൈസ ആയിട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ട്. സപ്പോസ് ഒരാൾ പൈസ ആയിട്ട് കൊണ്ടുവന്ന് വിചാരിക്കാം. അപ്പം എന്താ നമ്മൾ ജേണൽ എൻട്രി ചെയ്തേക്കുക? ആ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. കാരണം ഒരാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുപോകാം, അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവന് പൈസ ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് എന്തുണ്ടാവുക? ഡ്രോവിങ്സ്. അപ്പോൾ എന്താണ് ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. സപ്പോസ് നമുക്കൊരു എമൗണ്ടും കൊടുക്കുക 100. അപ്പോൾ ഇത് രണ്ട് അക്കൗണ്ടിൽ വരും. ഏതൊക്കെയാണ് രണ്ട് അക്കൗണ്ട്? ഒന്ന് ഡ്രോവിങ്സ് അക്കൗണ്ട്. ഒന്നാമത്തെ അക്കൗണ്ട് ഏതാണ്? ഡ്രോവിങ്സ് അക്കൗണ്ടിലും ഈ സാധനം വരും. നമ്പർ 2 ഡ്രോവിങ്സ് അക്കൗണ്ടിൽ ഈ സൈഡിൽ വരിക ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞാണ്ട് 100ഉം വരും. രണ്ടാമത് ഇത് എവിടെയും വരും? ക്യാഷ് അക്കൗണ്ടിലും വരും. എവിടെയും വരും? ക്യാഷ് അക്കൗണ്ടിലും വരും. ക്യാഷ് അക്കൗണ്ടിന്റെ ഏത് സൈഡില്? ക്രെഡിറ്റ് സൈഡിൽ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും 100. അയാൾ വിഡ്രോ ചെയ്തപ്പോൾ ക്യാഷ് ആയിട്ടല്ലേ കൊടുത്തത്? ആണ്. അയാൾ തിരിച്ച പൈസ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ പാർട്ട്ണർ പറയും സാലറി തന്നപ്പോൾ എൻ്റെ അക്കൗണ്ടൊക്കെ അല്ലേ ഇട്ടത്? ആണ്. കമ്മീഷൻ തന്നപ്പോൾ എൻ്റെ അക്കൗണ്ടൊക്കെ അല്ലേ ഇട്ടത്? എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ലേ ഇട്ടത്? ആണ്. എന്നാൽ ഈ ഡ്രോവിങ്സും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടേക്കോ. ഈ ഡ്രോവിങ്സ് എവിടുന്ന് കൊണ്ടുപോയിക്കോ? ഞാൻ പൈസ ഇനി തിരിച്ചടക്കൊന്നുമില്ല. എവിടുന്ന് കൊണ്ടുപോയിക്കോ? അക്കൗണ്ടിൽ നിന്ന് എടുത്തോ. അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത പൈസ എന്ത് ചെയ്യണം? അക്കൗണ്ടിൽ എടുക്കാം. അവർ ക്യാഷ് ആയിട്ട് പാർട്ട്ണർ കൊണ്ടാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോവിങ്സ് എന്ന് എഴുതായിരുന്നു. നമുക്ക് എന്ത് എഴുതായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോവിങ്സ് നമുക്ക് എന്ന് എഴുതായിരുന്നു. കാരണം ക്യാഷ് ആയിട്ട് നമുക്ക് അവനെ തിരിച്ചടക്കുകയാണെങ്കിൽ. പക്ഷെ ഇത് അവൻ തിരിച്ചടക്കുണ്ടോ? 100 ഇല്ല. പകരം എന്താ ചെയ്യണത്? നമ്മൾ ക്യാഷ് ആയിട്ടും കൊണ്ടുവരാത്തതുകൊണ്ട് അവൻ്റെ ക്യാപിറ്റൽ എടുക്കും. അപ്പം ക്യാപിറ്റൽ കുറയും. ക്യാപിറ്റൽ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോവിങ്സ് അക്കൗണ്ട്. അപ്പോൾ പൈസ നമ്മൾ ഇവിടുന്ന് എടുത്തു, അവൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്തു. അപ്പം ഇനി ഇതെവിടേക്ക് വരിക? ഒന്ന് ഡ്രോവിങ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാണ്ട് 100ഉം. രണ്ടാമത്തെ സ്ഥലം ഏതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എവിടെയാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് വരും? ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാണ്ട് എത്ര വരും? 100 വരും. ഓക്കെ. അപ്പോൾ എന്തായി? ഡ്രോവിങ്സ് ഒക്കെ എവിടേക്ക് വന്നത്? ഒന്ന് ഫസ്റ്റ് എന്താണ്? ക്യാഷ് ആയിട്ട് കൊണ്ടുപോയപ്പോൾ ചാനൽ എന്താണ്? ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡ്രോവിങ്സ് അക്കൗണ്ടിൽ എഴുതി, ക്യാഷ് അക്കൗണ്ടിൽ എഴുതി. പിന്നെ ക്യാഷ് ഒന്നും തിരിച്ചടക്കൂല. അടക്കാത്തതുകൊണ്ട് നമ്മൾ എവിടുന്ന് എടുത്തു ആ പൈസ? അവൻ്റെ ഡ്രോവിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തു. ക്യാപിറ്റൽ അക്കൗണ്ട് നിർത്തിയതിനാൽ എന്താ ചാനൽ എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോവിങ്സ്. അപ്പോൾ അത് എവിടേക്ക് വരും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലും പിന്നെ ഡ്രോവിങ്സ് അക്കൗണ്ടിലും. ഇനി നോക്കാം, ഈ ഡ്രോവിങ്സ് അക്കൗണ്ട് രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനുമില്ല, ക്ലോസ് ചെയ്യാനില്ല, ഒന്നുമില്ല. ബാലൻസ് ചെയ്യാനുമില്ല, ക്ലോസ് ചെയ്യാനുമില്ല. ഇത് അസറ്റ് അക്കൗണ്ട് ആണ്, ബാലൻസ് ആണ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിക്ക് പോകേണ്ട അക്കൗണ്ട് ആണ്, ക്യാപിറ്റൽ തന്നെ, അതും ബാലൻസ് ആണ് ചെയ്യുക. അപ്പോൾ അവിടെ P&L അപ്രോപ്രിയേഷൻക്ക് ഒന്നും പോകല്ലേ? ഇല്ല. അപ്പോൾ ഡ്രോവിങ്സ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരില്ല. എന്താ റീസണ്? അത് ക്ലോസ് ചെയ്തോടെ ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോവിങ്സ് എവിടെ വരില്ല? P&L അപ്രോപ്രിയേഷൻ. കുറേ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഏരിയയാണ്. ഡ്രോവിങ്സ് കൊണ്ടുപോയിട്ട് എവിടെ എഴുതിയേക്കും? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ. അപ്പോൾ P&L അപ്രോപ്രിയേഷനിൽ എന്ത് എഴുതരുത്? ഡ്രോവിങ്സ് എഴുതാൻ പാടില്ല.
ഓക്കെ. നെക്സ്റ്റ്, ഇങ്ങനെ കുറേ ഡ്രോ ചെയ്യുമ്പോൾ നമ്മളോട് റെസ്ട്രിക്റ്റ് ചെയ്യും. ഡ്രോ ഒക്കെ ചെയ്തോളി, പക്ഷേ നിങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ എന്ത് ചാർജ് ചെയ്യും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ഓല പൈസയിൽ വിഡ്രോ ചെയ്ത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണോ? യെസ്. എന്തിനാണ് ചാർജ് ചെയ്യുന്നത്? ഇപ്പം എയും ബിയും ഉണ്ട്, രണ്ടാൾക്കാർ. ആരൊക്കെയുണ്ട്? എയുണ്ട്, മിസ്റ്റർ എയുണ്ട്, മിസ്റ്റർ ബി ഉണ്ട്, രണ്ടാൾക്കാർ. എയും ബിയും രണ്ടാളും 1 lakh ഈച്ച് ഇറക്കി. ആദ്യം ഒരു 10,000 വിഡ്രോ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പട്ടിണിയും പകരം പറക്കൊണ്ട് വീണ്ടും ഒരു 10,000 വിഡ്രോ ചെയ്തു. ഇപ്പം 80,000 ആയി. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിഡ്രോ ചെയ്തു. ഇങ്ങനെ സ്ഥിരമായിട്ട് വിഡ്രോ ചെയ്യുക. അപ്പം അത് ആരെ ബാധിക്കും? നമ്മുടെ ബിസിനസ്സിനെ ആ സാധനം എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മളെ ബിസിനസ്സിന് എന്തായിട്ട് ബാധിക്കും? അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ. അപ്പോൾ അതെന്താണ്? അങ്ങനെ ഓവറായിട്ട് വിഡ്രോ ചെയ്യുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചാർജ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ചാർജ് ചെയ്യും. ഇത് ആരാർക്ക് തരണം? പാർട്ട്ണർ ബിസിനസ്സിലേക്ക് പേയ്മെന്റ് ചെയ്യണം. ഇത് ആരാർക്കാ കൊടുക്കേണ്ടത്? പാർട്ട്ണർ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. പാർട്ട്ണർ ബിസിനസ്സിലേക്ക് കൊടുക്കുമ്പോൾ ബിസിനസ്സിന് റിസീവ് ചെയ്യല്ലേ? അപ്പൊ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം എന്താണ്? ഇൻകം ആണ്. ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഈ സാധനം എന്താണ്? ഇൻകം ആണ്. കാരണം പാർട്ട്ണർ ബിസിനസ്സിന് വരുമ്പോൾ അതെന്താണ്? ബിസിനസ്സിന് കിട്ടാണ്. അപ്പൊ നമ്മൾ ബിസിനസിന്റെ അക്കൗണ്ടന്റ് ആയതുകൊണ്ട് ഈ സാധനം നമുക്ക് എന്താണ്? ഇൻകം ആണ്. അപ്പൊ ഈ ഇൻകം നമ്മൾ എങ്ങനെ ജേർണൽ റെക്കോർഡ് ചെയ്യുക? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സാധാരണ ശരിക്കും ക്യാഷ് അയക്കാണ്ട നമുക്ക് വരാറുള്ളത് ഇൻട്രസ്റ്റ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് കൂടി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞ എത്തുമ്മേ. പക്ഷെ പാർട്ട്ണർ പറയുന്നത് പൈസ ആയിട്ടൊന്നും ഞാൻ എനിക്ക് തരൂല. എവിടുന്ന് എടുത്തോ? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ നിന്ന് എടുത്തോ. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും, ഇൻകം നമുക്ക് കൂടും. ഇത് 2 ലെഡ്ജേഴ്സിൽ റെക്കോർഡ് ചെയ്യണം. ഏതൊക്കെയാണ് 2 ലെഡ്ജർ? ഒന്നാമത്തെ ലെഡ്ജറാണ് ഏത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെ റെക്കോർഡ് ചെയ്യണ്ടേ? ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തെ സ്ഥലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഏത് സൈഡില്? ക്രെഡിറ്റ് സൈഡില് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്. ഇയറൻ്റായി നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ഐറ്റംസുകളായിട്ടുള്ള അസറ്റ്, ക്യാപിറ്റൽ, ലാബിലിറ്റീസിനെ നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ് ചെയ്യും. അപ്പോൾ ബാലൻസ് C/D എന്ന് കൊടുക്കും. പിന്നെ ട്രേഡിങ്ങിലേക്കോ P&Lലേക്കോ ഓർ P&L അപ്രോപ്രിയേഷൻക്കോ പോകേണ്ട ഐറ്റംസ് ആയിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻസിനെ നമ്മൾ എന്താണ് കൊടുക്കുക? ഈ സാധനത്തിൻ്റെ പേരാണ് കൊടുക്കുക. ക്ലോസിംഗ് എൻട്രി ചെയ്യുക. എന്താ നമ്മൾ ചെയ്യുക? ക്ലോസിംഗ് എൻട്രി. അപ്പോൾ ഇവിടെയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താ കൊടുക്കുക? ബാലൻസ് C/D. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്താണ്? ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്താണ് കൊടുക്കുക? എങ്ങട്ടാ പോണ്ടത്? അതാണ് കൊടുക്കുക. P&L അപ്രോപ്രിയേഷൻ. എന്താണ്? P&L അപ്രോപ്രിയേഷൻ. ഇതിവിടെ വരണമെങ്കിൽ ജേർണൽ എൻട്രി വേണ്ടേ? വേണം. എന്ത് എൻട്രി? ക്ലോസിംഗ് എൻട്രി. എന്ത് എൻട്രി നമുക്ക് വേണ്ടത്? ക്ലോസിംഗ് എൻട്രി. എന്താ ക്ലോസിംഗ് എൻട്രി ഉള്ളത്? ഇതിവിടെ വരണമെങ്കിൽ എന്താ ക്ലോസിംഗ് എൻട്രി? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇതിവിടെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ P&L അപ്രോപ്രിയേഷൻ വന്നു. പക്ഷെ ഇനി എവിടെയും കൂടിയും വരണം. P&L അപ്രോപ്രിയേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ. എവിടെ? P&L അപ്രോപ്രിയേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അത് പാർട്ട്നേഴ്സിന് നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും? 2 പാർട്ട്നേഴ്സിന് ആരൊക്കെയാണോ കിട്ടാനുള്ളത് അതായത് ഇന്നർ കോളത്തിൽ എഴുതും. എന്നിട്ട് നമ്മൾ ഔട്ടർ കോളത്തിൽ എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യും. എന്നിട്ട് ഇത് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻസ് സൈഡ് കുറവാണെങ്കിൽ ഇവിടെ അല്ലേ ബാലൻസ് ഉണ്ടാവുക? അവിടെ നമ്മൾ എന്ത് ചെയ്തും? പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിവിടെ AB എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തും? ടോട്ടൽ എമൗണ്ട് ഇവിടെ പ്രോഫിറ്റ് ഇവിടെ ചെയ്തും. ഇനി അതല്ല എക്സ്പെൻസ് സൈഡ് കൂടുതലും ഇൻകം സൈഡ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും? ലോസ് ട്രാൻസ്ഫർ ടു. നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്? ടു
പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തും എ ബി, എത്ര പാർട്ട്നേഴ്സിൻ്റെ എ ബി സി ആണെങ്കിൽ എ ബി സി, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സിനൊക്കെ അവരുടെ ലോസ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതും. വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഫുള്ള് ജേണൽ എൻട്രീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട് പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം.